സ്റ്റോറി ബേസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സീരീസ് ആപ്പിൾ ടി പ്ലസിലൂടെ വന്നിട്ടുണ്ട്. ആപ്പിൾ ടി പ്ലസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ക്വാളിറ്റി. അതിലൊരു ദയവില്ല. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. ഒരുപാട് ചറ പറന്ന് സീരീസുകളൊന്നും ഒക്കില്ല. ഇറക്കുന്ന സാധനങ്ങൾ കിടിലൻ സാധനമായിരിക്കും. ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. മിനിമം ക്വാളിറ്റി ഉണ്ടാവും. ആൻഡ് ഓൾസോ നമ്മൾ കണ്ട് പുതിയ സാധനങ്ങളല്ലാതെ വാട്ട്സ് ന്യൂ എന്നുള്ളൊരു തോട്ടും ഉണ്ട്. സോ പുതിയ സാധനങ്ങളായിരിക്കും അവർ കൊണ്ടുവരിക. ആ രീതിക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കോൺസെപ്റ്റ് ചർച്ച ചെയ്യുന്ന സീരീസായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കേട്ടിട്ടില്ല പേഴ്സണലി. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സംഭവം എന്താന്ന് വെച്ചാൽ ഒരു ഏലിയൻ അറ്റാക്ക് അത് നമ്മൾ കുറേ പടങ്ങളിലും സീരീസുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏലിയൻ ഒന്നുമല്ല. എന്തോ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫിനോമിന കാരണം അവിടുന്ന് പുറത്തുനിന്ന് കിട്ടിയൊരു ഇൻപുട്ട് കാരണം നമ്മുടെ ഇവിടെ ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടാവുക. ഈ വൈറസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സോംബി ബ്രേക്കോ അല്ലെങ്കിൽ സോംബി അപ്പോക്കലിപ്സോ അങ്ങനത്തെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ട പോലെ ഫംഗലോ ഇതൊന്നുമല്ല. വൈറസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാവരും ഒരാളായിട്ട് മാറി. അതായത് എല്ലാ ആൾക്കാരെല്ലാവരും ഉണ്ട്. അവരുടെ എല്ലാം മൈൻഡ് ഒരു എൻറ്റിറ്റി കൺട്രോൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും. അതായത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും കൂടി ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെ. അതായത് നമ്മുടെ ഓർഗൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബ്രെയിൻ പറയുന്ന പോലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള എല്ലാ വർക്കും നമ്മളിപ്പോൾ കണ്ണും കാലും വിരലും നമ്മുടെ ഉള്ളിലുള്ള ബയോ റിയാക്ഷൻസും എല്ലാം തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണോ എന്ന് വെച്ചാൽ ആണ്. എന്നല്ല അങ്ങനത്തെ രീതിയിൽ ഇൻവോളണ്ടറി ആയിട്ടുണ്ടാവും, വോളണ്ടറി ആയിട്ടുണ്ടാവും. ഇതെല്ലാം തന്നെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൈ ഇങ്ങനെ പൊക്കണം എന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ട് എല്ലാ ഓർഗൻസും കൂടി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ഈ രീതിക്ക് ഭൂമിയിലുള്ള എല്ലാവരും ഒരൊറ്റ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരുമിച്ച് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. ആ ഒരു കോൺസെപ്റ്റാണ്. സോ അതായത് ഭൂമിയിലുള്ള എല്ലാവരും ഒറ്റ ആളായി മാറി. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഈ വൈറസിന് ഇമ്മ്യൂണായിട്ടുള്ള ഒരു 12 പേരുണ്ട്. ആകെ 12 ലോകത്ത് മൊത്തം വെറും 12 പേര് ഈ വൈറസ് വെച്ച് അറ്റാക്ക് ആകപ്പെടാത്ത ആൾക്കാരുള്ളൂ. അതിൽ ഒരു ക്യാരക്ടറാണ് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് റിയാഷൻ്റെ. സോ നമ്മുടെ ബെറ്റർ കോൾ സോളിലും മറ്റേ ബ്രേക്കിംഗ് ബാഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കിം വെക്സൽ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള റിയാഷനിലാണ് ഇതിൽ പ്രധാന പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. കിടിലൻ ക്യാരക്ടർ, കിടിലൻ ആക്ടിങ് ആൻഡ് ഈ ബെറ്റർ കോൾ സോളും ബ്രേക്കിംഗ് ബാഡൊക്കെ എടുത്തിട്ടുള്ള നമ്മുടെ വിൻസ് ഗില്ലിഗൻ്റെ സീരീസ് കൂടിയാണിത് ആപ്പിൾ ടി പ്ലസ്. ഈ ഒരു 3 ഫാക്ടേഴ്സാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര കിളി പാറിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ നടക്കണമെന്ന് ഒരു പിടുത്തമുണ്ടായിരുന്നത്. സെക്കൻഡ് എപ്പിസോഡ് എത്തിയപ്പോഴാണ് ഈ സീരീസിന് ഒരു പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലായത്. ഇത് എത്രത്തോളം പോവാം, എങ്ങോട്ടാണിത് പോകുന്നത്, എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞു വരാൻ ചാൻസസ് ഉള്ളത്, എന്തൊക്കെ ചെയ്ത് കൂട്ടാമെന്ന് പറഞ്ഞ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് അടങ്ങിയിട്ടുള്ള സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി ദിസ് ഇയേഴ്സ് ദി ബെസ്റ്റ് സൈഫൈ സീരീസ്. കഴിഞ്ഞ വർഷമൊക്കെ വേണമെങ്കിൽ ആപ്പിൾ ടി വി പ്ലസിന് തന്നെ സെവറൻസോ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഈ രീതിക്ക് ഓരോ വർഷം ഒരു കിടില സാധനങ്ങൾ ഇറക്കും. എനിക്ക് ഈ 2 എപ്പിസോഡുകൾ കണ്ടിട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്ര നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. നല്ല സ്റ്റോറി ലൈനാണ്, നല്ല കിടിലൻ മേക്കിങ്ങും. ഈ പറഞ്ഞ പോലെ ഒരു ബ്രഹ്മാണ്ഡ സെറ്റപ്പ് ആണെന്ന് ചോദിച്ചാൽ ആണ്, അതും ഉണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു ഫീല് തരുന്നുണ്ട്. നമുക്ക് വേൾഡ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കൂടി ഒരു കാര്യത്തിന് വേണ്ടി ഈ 12 പേരെ പരിപാലിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഇന്റൻഷൻ. സോ അവർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്ത് തീർക്കാം. സോ അതിനായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുള്ള രീതിയിലുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ എനിക്ക് ആരാ ഇതൊക്കെ എഴുതുന്നത് എന്നുള്ള ഫീലാണ് എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ തോന്നിയത്. എവിടെ നിന്നാ ഇതിനൊക്കെ ഐഡിയ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് എന്നുള്ള ഇത് ബേസിക്കലി ദിസ് ഈസ് സൈഫൈ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സീരീസ്. പക്ഷേ ഈ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് എന്നുള്ള ജോണർ സാച്ചുറേറ്റ് ആയ സാധനമാണ്. കാരണം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോംബി, മറ്റേത് ജാംബി എന്നൊക്കെ പറഞ്ഞു ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട്. സോ കണ്ട് മടുത്ത ഇപ്പോൾ ഈ വേണമെങ്കിൽ ഇതുമായിട്ട് കമ്പാരിസൺ വേണമെങ്കിൽ മറ്റേ ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അതിലെ ആൾക്കാരാണെങ്കിൽ വാനിഷ് ആയി 50% പോപ്പുലേഷനൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഇത് അങ്ങനെയല്ല. എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് ക്യാരക്ടർ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ബാക്കിയുള്ളവരൊക്കെ തന്നെ അത് അഫക്റ്റ് ആവുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. സ്പോയിൽ ആക്കണമൊന്നുമില്ല. സോ ഈ രീതിക്ക് ഒരുപാട് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് അടങ്ങുന്ന ഒരു സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇറ്റ് ഹാസ് ഗ്രേറ്റ് മേക്കിംഗ് ക്വാളിറ്റി, ഗ്രേറ്റ് റൈറ്റിംഗ്. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സീൻ പോലെ എനിക്ക് എവിടെയും ഫീൽ ചെയ്തില്ല. ഹ്യൂമൻ ഇമോഷൻസിലാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിലേക്കാണ് അതിൻ്റെ പോക്ക്. സെക്കൻഡ് എപ്പിസോഡിൻ്റെ അവസാനമൊക്കെ എത്തുമ്പോഴേക്കും അത് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ എൻഡിങ് കണ്ടാൽ തന്നെ അറിയാം ഓക്കെ ഇത് ഇങ്ങനെയാണ് പോക്ക് എന്നുള്ളത്. സോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഹുക്കായിട്ട് എനിക്ക് തോന്നി. ഇനി അങ്ങോട്ട് അടുത്ത് എന്തെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്, കാണാനുള്ളൊരു താല്പര്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ
തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. 2 എപ്പിസോഡുകൾ മാത്രമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. മൊത്തം 9 എപ്പിസോഡുകളുണ്ട്. അത് ആകെ മൊത്തം 2 സീസണാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സീസണാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഐ തിങ്ക് ദിസ് വാസ് സോ ഗുഡ്. സോ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇത് മൊത്തം കഴിഞ്ഞിട്ട് ഈ ഒരു സീസൺ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സീസൺ 1ൻ്റെ റിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് വരാം. സോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.